എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ ജോബിഷ് ജോസഫ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് അതെങ്ങനെയാണ് നമ്മുടെ ലാപ്ടോപ്പിലേക്കോ PC-യിലേക്കോ കണക്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്? ഇത് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം, എന്നാലും അറിയാത്ത ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ മൊബൈലിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ വാട്സപ്പ് തന്നെ മറ്റ് യാതൊരു സോഫ്റ്റ്വെയറിൻ്റെയും സഹായമില്ലാതെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഒരു കാര്യം മാത്രം മതി, നമ്മുടെ മൊബൈലിലും കമ്പ്യൂട്ടറിലും നെറ്റ് കണക്ഷൻ പ്രോപ്പറായി ഉണ്ടായാൽ മാത്രം മതി ഈ വാട്സപ്പ് കണക്ട് ചെയ്ത് ഉപയോഗിക്കുവാനായിട്ട്. വളരെ നിസ്സാരമായിട്ടുള്ള ചെറിയ സ്റ്റെപ്പുകൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യമായി നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സപ്പ് വെബ് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഏറ്റവും മുകളിലായി കാണുന്ന വാട്സപ്പ് വെബ് എന്നത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ വെബ് പേജ് ഓപ്പൺ ആകുന്നതാണ്. ഇതിൻ്റെ വലത്ത് സൈഡിലായി ഒരു QR കോഡ് കാണാം. ഈ QR കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ മൊബൈലിലെ വാട്സപ്പ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. അടുത്തതായി നമ്മുടെ മൊബൈലിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വലത്ത് സൈഡിൽ മുകളിലായി കാണുന്ന 3 ഡോട്ടിൽ ടച്ച് ചെയ്യുക. മുകളിൽ നിന്ന് മൂന്നാമതായി കാണുന്ന വാട്സപ്പ് വെബ് എന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ക്യാമറ ദൃശ്യമാകുന്നത് കാണാം. നമ്മൾ ഈ ക്യാമറ ഉപയോഗിച്ച് ഈ QR കോഡ് സ്കാൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന തത്സമയം തന്നെ നമ്മുടെ മൊബൈലിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് അത് കമ്പ്യൂട്ടറിലേക്ക് കണക്റ്റ് ആകുന്നതാണ്. ഇവിടെ വന്ന് നമുക്ക് ഇഷ്ടാനുസരണം ഇത് ഓപ്പൺ ചെയ്ത് മെസ്സേജുകൾ സെൻഡ് ചെയ്യാം. ടൈപ്പ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് ഇവിടെ. നമുക്ക് ഇമോജികൾ വേണേൽ സെൻഡ് ചെയ്യാം. കമ്പ്യൂട്ടറിൽ കിടക്കുന്ന പിക്ചറുകൾ വേണേൽ നമുക്കിതിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയൊക്കെ ഓപ്പണായി നമുക്ക് കിട്ടും. നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന പിക്ചറുകൾ വേണമെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാം. നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടല്ലോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങളിലേക്ക് എത്താനായിട്ട് ഇത് സഹായിക്കും. പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.